ലൈവിൽ പിടിവള്ളി ടാസ്ക് ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. എന്നാൽ ഗംഭീരമായിട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എവിടേക്കോ എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ളത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എങ്കിലും പരമാവധി അവർ കളിക്കുന്നുണ്ട്. ഇത് എത്ര നേരം നീളും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു ക്ലാരിറ്റി പറയാൻ പറ്റില്ല. അത് നമുക്ക് മാത്രമല്ല, ബിഗ് ബോസിനും പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആയിരിക്കാം ബിഗ് ബോസിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിടിവള്ളി ടാസ്കിൽ 3 പേരും പിടിച്ചടക്കാണ് കേട്ടോ. ഇതിനകത്ത് അനുമോള് പരമാവധി ഇവരുടെ പിടിപിടിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അനുമോള് ശ്രമിക്കുന്നത് ആരിനെ കൊണ്ട് പിടിപിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അനുമോൾക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറയുന്നു. ആ സമയത്ത് ഇവർ പിന്നാലെ പോകുന്നുണ്ട്. അനുമോൾക്ക് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ടൊന്നുമല്ല, മാക്സിമം ഇവരെ എങ്ങനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അനുമോൾ ബാത്റൂമിൽ പോകുന്നു. അതെല്ലാം ഇവർ ഓക്കെ പറഞ്ഞ് ഇവരും പിന്നാലെ പോകുന്നു. അത് കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകണമെന്ന് പറയുന്നു. ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നു. പിന്നെ ലക്ഷ്മി അതിലെയൊക്കെ വന്നിട്ടാണ് അത് കോംപ്രമൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് അവിടെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കുകയാണ്. അനുമോൾ മാക്സിമം ഇവരെ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവർ അനുമോളുടെ ഗെയിമിൽ വീണു എന്ന് വേണമെങ്കിൽ പറയും. ഇവരെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. പിന്നീടാണ് ഇവർക്ക് മനസ്സിലായത്, ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ലല്ലോ എന്ന്. അനുമോൾക്ക് ബാത്റൂമിൽ വീണ്ടും പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, സമ്മതിക്കില്ല, ബാത്റൂമിൽ പോകണം എന്നുണ്ടെങ്കിൽ ഇത് വള്ളി വിട്ടിട്ട് പൊയ്ക്കോളൂ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലോ ഇത് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ട് അവസാനമാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഒരാൾ നടക്കുകയാണെങ്കിൽ അയാളുടെ പിന്നാലെ പോകും. ഒരാൾ ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ മറ്റൊരാൾ അപ്പുറത്തെ വശത്തേക്ക് പോകണമെന്ന് പറയണം. അപ്പോഴല്ലേ അവിടെ ഒരു ഗെയിം ഉണ്ടാവുള്ളൂ. അതങ്ങനെ ഒന്നും ട്രൈ ചെയ്യുന്നില്ല. ഇപ്പോൾ അനുമോളൊരു കാര്യം പറയുകയാണെങ്കിൽ അത് തന്നെ അനുസരിച്ച് പിന്നാലെ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. അത്തരത്തിൽ ഈ ടാസ്ക് പോവുകയാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും നീണ്ടു പോകും. കാരണം അത് അവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നതാണ്. അതായത് എവിക്ഷനിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഇവർ ട്രൈ ചെയ്യും. എന്തായാലും നോമിനേഷൻ നടക്കുന്നുള്ള കാര്യം അവർക്ക് അറിയാം, ഇവരുടെ പേര് ഇടും. അപ്പോൾ എവിക്ഷൻ നോമിനേഷനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതിന് വേണ്ടിയിട്ട് ഇത്ര കഷ്ടപ്പെടുന്നത്. പ്രത്യേകിച്ചൊന്നും അവിടെ ആ ടാസ്കിൽ നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ നല്ല രസമായിട്ടുള്ള ടാസ്ക്കാണ്. എന്നാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് അനുമോൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അനുമോൾ പറയുന്നതനുസരിച്ച് പിന്നാലെ പോവാണ്. അനുമോൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ ലെഫ്റ്റിലേക്ക് പോയാൽ മതി. അപ്പോൾ അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാവും. ഇറിറ്റേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലൊക്കെ പിടിവള്ളി ആരെങ്കിലുമൊക്കെ വിട്ടിട്ട് പോകും. ഇതൊന്നും ചെയ്യുന്നില്ല. എന്തോ നമുക്ക് നോക്കാം ഇത് എത്ര നേരം അല്ലെങ്കിൽ എത്ര മണിക്കൂറുകൾ അല്ലെങ്കിൽ എത്ര ദിവസം നീളുമെന്ന് നമുക്ക് നോക്കാം. ദിവസം നീളാൻ സാധ്യതയില്ല. അവസാനം ബിഗ് ബോസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ കഴിയും 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടും ടാസ്ക് കഴിയുന്നില്ല. അവസാനം ബിഗ് ബോസിൻ്റെ പണിയിലേക്ക് പോയി. ഇനിയിപ്പോൾ എവിക്ഷൻ നോമിനേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിന്ന് ചെയ്യേണ്ടതാണ്. ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് ഏരിയയിലേക്ക് വിളിച്ച് വരുത്തി എവിക്ഷൻ നോമിനേഷൻ പറയുകയാണ്. ഇത്തവണ ഓപ്പൺ നോമിനേഷൻ അല്ല കേട്ടോ, കൺഫെഷൻ റൂമിൽ പോയിട്ടാണ് പറയേണ്ടത്. അപ്പോൾ ഈ 3 പേരും കൂടി കൺഫെഷൻ റൂമിൽ പോകുമ്പോൾ എങ്ങനെ ഉണ്ടാകും? ക്യാപ്റ്റൻ ആവുന്നവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടും. ആ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ മാക്സിമം ഇവർ ട്രൈ ചെയ്യും. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോവാന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.